അപ്പോൾ ആദ്യത്തെ പരീക്ഷണം, അപ്പോൾ പരീക്ഷകൻ അടുത്ത് വന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. എന്താണ് ഇവിടെ? ജഡമോഹം. 40 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടില്ല, വിശന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ദുരാത്മാവ് പറയുക യേശുവിൻ്റെ ഉള്ളത്തിൽ, നീ ദൈവപുത്രനല്ലേ? ദൈവപുത്രനാകുമ്പോൾ നിനക്ക് എന്ത് ചെയ്യാം? ഈ കല്ല് അങ്ങ് അപ്പമാകാൻ പറഞ്ഞാൽ അപ്പമാകും, അത് ഭക്ഷിക്കാൻ. നോക്ക്, നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടത്, പിശാചിൻ്റെ ഈ ടെംപ്റ്റേഷൻ നമുക്കെല്ലാം വരും. അത് വരുമ്പോൾ നമ്മൾ അസ്വസ്ഥപ്പെടേണ്ട. എല്ലാ മനുഷ്യരും ഈ 3 കാറ്റഗറിയിലും പരീക്ഷിക്കപ്പെടും. നമ്മൾക്കപ്പോൾ തന്നെ ഇങ്ങനെ തോന്നുമ്പോൾ തന്നെ നമുക്കെന്തോ കുറവുണ്ട്, എനിക്ക് ജഡമോഹം വരുന്നു എന്ന് തോന്നരുത്. അത് ആ ജഡത്തിൻ്റെ ഒരു മോഹം പിശാച് കൊണ്ടുവരും. എന്നാൽ അത് കൊണ്ടുവരുന്നത് തിരിച്ചറിയുകയും സമയമെടുക്കുകയും, ആദ്യം നമ്മൾ എന്ത് ചെയ്യും? അത് വന്ന ഉടനെ അത് പോയി ചെയ്യും. സ്തോത്രം. അതിനെ യുദ്ധം ചെയ്യില്ല. എന്നാൽ യേശു യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. പല സമയമെടുത്ത് അത് തോന്നി, അത് ചെയ്യാതിരിക്കുക, പ്രാർത്ഥിക്കുക, അതിനെതിരെ. അപ്പോൾ അതുപോലെ നമ്മൾ ആ യുദ്ധം ചെയ്യുന്നതിലാണ് കാര്യം. ഒരിക്കലും നമ്മൾക്കൊരു പ്രലോഭനം വന്നാൽ അതിൽ അതിശയപ്പെടാനൊന്നുമില്ല. പിശാച് അത് കൊണ്ടുവരാം. എന്നാൽ അതിനെ എതിർത്ത് നിൽക്കുക എന്നതാണ് ഒരു ആത്മീയ മനുഷ്യൻ ചെയ്യേണ്ടത്. യേശു അത് ചെയ്തു. യേശു അതിനോട് എതിർത്തു. യേശു തിരിച്ച് വചനം പറഞ്ഞ് അതിനെ എതിർത്ത്. കാരണം നോക്ക്, ഈ അപ്പമാവുക യേശുവിന് ഭക്ഷിക്കാം. അവിടെയുള്ള കല്ലുകൾ മുഴുവൻ അപ്പമാക്കിയാൽ അനേകർക്ക് കൊടുക്കാം. ഇങ്ങനെയൊക്കെ ചിന്തകളിൽ വരും. ഈ ഭൂമിയിലുള്ള പലരുടെയും വിശപ്പ് മാറ്റാം, കല്ല് അപ്പം തന്നെ അപ്പമാക്കുന്നു. എല്ലാവരുടെയും ലോകത്തിലെ വിശപ്പ് മാറ്റാം, ഒരു കുഴപ്പമില്ല, ദൈവപുത്രനാണ്, ചെയ്യാം. എന്നാൽ തിരിച്ചറിയേണ്ടത്, കർത്താവിനെ അതിനായല്ല പിതാവ് ഭൂമിയിലേക്ക് അയച്ചത്. ഹല്ലേലൂയ. അത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതല്ല. നോക്ക്, എപ്പോഴും പരീക്ഷകൻ ശ്രമിക്കുന്നത് നമ്മളെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് മാറ്റുക. ഇത്രേ അവന് ഉദ്ദേശമുള്ളൂ. ഒരു ടെംപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ പിശാച് അതിന് പിന്നിൽ ശ്രമിക്കുന്നത് ദൈവ പദ്ധതിയിൽ നിന്ന് നമ്മളെ മാറ്റുക. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇതാണ് യേശു അഭിമുഖീകരിച്ച ആദ്യത്തെ ഒരു പരീക്ഷണം. ഇത് നാളുകളെടുത്ത്. അപ്പൊ നോക്ക്, നമ്മുടെ ജീവിതത്തിൽ ഇതിനൊരു സമയമുണ്ട്. ജീവിതത്തിൽ കർത്താവ് പറഞ്ഞ സമയത്ത് ചെയ്യണമെന്നാണ് യേശുവിൻ്റെ ആഗ്രഹം. അപ്പോൾ ഈ അപ്പം അവിടെ ആക്കാൻ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയിൽപ്പെട്ട കാര്യമല്ല. അവിടെ അപ്പമാക്കി യേശു ക്രൂശ് മരണം കഴിഞ്ഞപ്പോൾ അനേകം പാവങ്ങളും ഭക്ഷണമില്ലാത്തവരും അവിടെ ഉണ്ടായിരുന്നു. അവർക്കൊന്നും ഒരു മാറ്റവും വന്നില്ല. കാരണം ദൈവത്തിൻ്റെ പർപ്പസാണ് കർത്താവ് നോക്കുന്നത്, യേശു നോക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഇതിനെ യേശു പറഞ്ഞ ഉത്തരം നമുക്ക് വായിക്കാം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു. ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ പല കാര്യങ്ങളിൽ ഉണ്ടാകാം. നമുക്ക് നമ്മുടെ ജഡത്തിന് തോന്നുന്ന ജഡത്തിൻ്റെ പ്രവണതകൾ എന്തെല്ലാം? ആ ജഡത്തിൻ്റെ പ്രവണതകൾ വേഗം 5 ഗലാത്യർ 5:19. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ഷാഢ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ജഡത്തിന്റെ പ്രവൃത്തികൾ, എൻ്റെ ബൈബിൾ ട്രാൻസ്ലേഷനിൽ വിവാഹിതരുടെ പരസ്ത്രീ പുരുഷ ബന്ധം, അതായത് വിവാഹത്തിന് ശേഷം മറ്റ് സ്ത്രീകളോടുള്ള തെറ്റായ രീതിയിലുള്ള അടുപ്പം, ബന്ധം, ഇത് ജഡത്തിന് തോന്നാവുന്ന ഒന്നാണ്. ഏതെങ്കിലും ആകർഷണം ഇത് തോന്നുമ്പോൾ നമ്മൾ ഉള്ളത്തിൽ യുദ്ധം ചെയ്യണം. ജഡത്തിൻ്റെ പ്രവണതകൾക്ക് അടിമപ്പെടരുത്.
അത് മാത്രമല്ല അവിവാഹിതരുടെ ലൈംഗിക ബന്ധം, അതായത് അതിനെ ഫോർണിക്കേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു. വിവാഹത്തിന് മുൻപ് ഇപ്പൊ ഈ ലോകം അത് ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് പോർട്രേ ചെയ്യുന്നത്. ഒരുമിച്ച് താമസിപ്പിക്കാം, റിലേഷൻഷിപ്സ് ഓക്കെയാണ്. എന്നാൽ ദൈവവചനം അത് അനുവദിക്കുന്നില്ല. വിവാഹത്തിന് മുൻപ് നമ്മൾ വിശുദ്ധമായി ജീവിക്കണം, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങണം. ആ വിവാഹത്തിന് വേണ്ടി ഉള്ള ഒരുക്കത്തിലും വിശുദ്ധിയോടെയും നമ്മൾ ആയിരിക്കണം. അപ്പോൾ അതിനു മുൻപുള്ള തെറ്റായ വാക്കുകൾ, തെറ്റായ ചിന്തകൾ, പരസ്പരമുള്ള റിലേഷൻഷിപ്സ് ഒന്നും ദൈവവചനപ്രകാരം ദൈവം അനുവദിക്കുന്നില്ല. എന്നാൽ ഇത് ജഡത്തിന് തോന്നാം, ജഡത്തിന് ഒരു യുവാവിന് തോന്നാം. ആ തോന്നുമ്പോ തന്നെ എനിക്ക് ഒരു വിശുദ്ധിയുമില്ല, ഞാൻ ആകെ മോശപ്പെട്ടവനാണ് എന്ന് ചിന്തിക്കരുത്. അത് തോന്നുമ്പോൾ, ജഡത്തിന്റെ ഒരു പ്രവണത തോന്നുമ്പോൾ നമ്മൾ അതിനെ ദൈവവചനത്താൽ, വചനം പറയുന്നു റോമർ 8:13, ജഡത്തിന്റെ പ്രവണതകളെ ആത്മാവിനാൽ മരിപ്പിക്കുന്നുവെങ്കിൽ നീ ജീവിക്കും. ഹല്ലേലൂയ. എന്നാൽ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിലോ നീ മരിക്കും. ഇതെല്ലാം അതിനു വേണ്ട വചനങ്ങൾ. ആത്മാവിന്റെ ശക്തിയാൽ ഞാൻ ജഡത്തിന്റെ പ്രവണതകളെ മരിപ്പിക്കുന്നു. ഞാൻ ഈ ജഡത്തിന്റെ ചിന്തയെ യേശുവിന്റെ നാമത്തിൽ ശാസിച്ചകറ്റുന്നു. ഞാൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വചനം ഞാൻ ഉപയോഗിക്കും. അപ്പോൾ നോക്ക്, ഇതിനെ അതിജീവിക്കണമെങ്കിൽ എന്ത് വേണം? അനുദിനം അപ്പം കഴിക്കുന്നത് പോലെ നമ്മൾ വചനം ഭക്ഷിക്കണം. വചനം നമ്മുടെ ഉള്ളത്തിൽ വേണം. നോക്ക്, ഒരു ആകർഷണം തോന്നുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ വചനങ്ങൾ വരണം. അതിന് വചനം ഭക്ഷിച്ചുകൊണ്ടിരിക്കണം. അല്ലാതെ ആ സമയത്ത് ബൈബിള് പൊടി തട്ടിയെടുക്കാനും അതിനൊക്കെയുള്ള സാവകാശം അത് ചെയ്യണം. നിങ്ങൾ എന്നും വായിക്കുന്നില്ലെങ്കിൽ ആ സമയത്ത് വചനം എടുത്ത് വായിക്കുക. അപ്പോൾ വിവാഹത്തിന് മുൻപാകട്ടെ, വിവാഹത്തിന് ശേഷമാകട്ടെ, മറ്റ് സ്ത്രീകളോടുള്ള ആകർഷണം, അതുപോലെയുള്ള സംസാരം, ബന്ധങ്ങളൊന്നും കർത്താവ് ഇഷ്ടപ്പെടുന്നില്ല. നമ്മളുടെ ശരീരം വിശുദ്ധമായി സൂക്ഷിക്കണം. ഇത് ദൈവത്തിന്റെ മന്ദിരമാണ്. ജഡത്തിന്റെ പ്രവണതകൾക്ക് നിങ്ങൾ അടിമപ്പെടരുത്. അത് വരാം, അത് പിശാച് കൊണ്ടുവരാം. ഹല്ലേലൂയ. അതുപോലെ തുടർന്നും, ഇത് മാത്രമല്ല, തുടർന്ന് മദ്യപാനം ഇതിനകത്ത് വരുന്നുണ്ട്. അത് തോന്നാം, ഉള്ളത്തിൽ നിന്ന് മദ്യപാനത്തിന്റെ ആസക്തി വരാം. എന്നാൽ നമ്മൾ അതിനെ എതിർത്തുകൊണ്ടിരിക്കണം. വചനം പറയുന്നു, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്. വീഞ്ഞ് കലഹക്കാരനും പരിഹാസകനുമാണ്. ഞാൻ യേശുവിന്റെ നാമത്തിൽ ആ മദ്യാസക്തിയെ ശാസിക്കുന്നു. കർത്താവിന് മഹത്വം എന്ന് പറഞ്ഞ് നമ്മൾ ആ വചനത്തെ എടുത്ത് പ്രയോഗിച്ച് അതിനെ ജയിക്കുക. ഹല്ലേലൂയ. ഇനി ഇവിടുന്ന് താഴെ പലതും ഉണ്ട്, നമ്മൾ വായിച്ചറിയാം. അശുദ്ധി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, സ്വാർത്ഥത, ഇതെല്ലാം ഭിന്നത, കക്ഷി മത്സര്യം, ഇതെല്ലാം. പിന്നെ എന്താ? വിദ്വേഷം, കൊലപാതകം, മദ്യപാനം, മധുരോത്സവം. മധുരോത്സവം എന്ന് പറഞ്ഞാൽ വളരെ ഹൈ മ്യൂസിക് ഒക്കെ വെച്ച് ആട്ടും പാട്ടും എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതിനെയാണ് പറയുന്നത്. ചില ഫെസ്റ്റിവൽസിനൊക്കെ കാണാം. അതൊക്കെ ജഡത്തിന്റെ പ്രവണതകളാണ്. ജഡത്തിന് തോന്നുക അങ്ങനെ ചെയ്യണം, ആടണം, അങ്ങനെയുള്ള ഇത്. ആ പ്രവണതകളെ പിശാച് കൊണ്ടുവരും, വരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? യേശു ചെയ്തതുപോലെ അതിനെ എതിർത്തുകൊണ്ടിരിക്കണം, റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അത് പിന്നെയും വരുന്നു, റെസിസ്റ്റ് ചെയ്യുന്നു, പിന്നെയും വരുന്നു, റെസിസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അതിനു മേലൊരു ജയം കർത്താവ് നൽകും. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് ചെയ്ത അതാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ജഡത്തെ അനുസരിച്ചല്ല ഞാൻ ജീവിക്കുന്നത്. ജഡത്തിന്റെ പ്രവണതകൾക്ക് ഞാൻ അടിമപ്പെടുക ഇല്ല. എന്ന് പറഞ്ഞേ, ജഡത്തിന്റെ പ്രവണതകൾക്ക് ഞാൻ അടിമപ്പെടുകയില്ല. പ്രൈസ് ഗോഡ്. അതാണ് ജഡമോഹം. ഹല്ലേലൂയ. രണ്ടാമത്തെ പരീക്ഷണം യേശുവിന് വന്നത്, അത് ലൂക്കയിൽ നിന്ന് വായിക്കാം. കൺമോഹം ലൂക്കയിലാണ് രണ്ടാമത് കൊടുത്തിട്ടുള്ളത്, മത്തായിൽ അത് മൂന്നാമതാണ്. അതുകൊണ്ടാണ് ലൂക്കയിൽ നിന്ന് വായിക്കാന്ന് പറയുന്നത്. വേഗത്തിൽ. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവനെ കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാം. അതെങ്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകും എന്ന് അവനോട് പറഞ്ഞു. നോക്ക്, ഈ പിശാച് ചെയ്തത് വലിയൊരു പർവ്വതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവനെ കാണിച്ചു. ലോകത്തെ മുഴുവൻ കാണിച്ചു. അവിടെയുള്ള രാജ്യങ്ങളിലുള്ള വലിയ ലോകത്തിൻ്റെ മഹത്വം. ഇന്ത്യയും കാണിച്ചിട്ടുണ്ടാവും.
സകല രാജ്യങ്ങളും ഞൊടിയിടുക. കാരണം എല്ലാം പിശാചിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഈസ് ദ പ്രിൻസ് ഓഫ് ദ വേൾഡ്. പിശാചിനെ കുറിച്ച് പറയുന്നത് ഈ ലോകത്തിന്റെ ദൈവം, ലോകത്തിന്റെ പ്രിൻസ്. അപ്പോൾ ഈ ലോകത്തിലെ സിസ്റ്റംസും ലോകത്തിന്റെ മഹത്വം ഒക്കെ അങ്ങ് കാണിച്ചു കൊടുക്കുക. നീ എന്തായാലും രാജാതി രാജാവാകാനല്ലേ വന്നേ, ഇതെല്ലാം ഞാൻ നിനക്ക് തരാം. കണ്ണിന് മോഹം നമുക്കും പലപ്പോഴും തോന്നുന്നതാ, ലോകത്തിലെ പല പല സ്ഥാനങ്ങളിലെത്തണം. അതിൻ്റെ പിന്നിൽ നമ്മൾ സമയം ചെലവഴിക്കുക. അതിൻ്റെ പിന്നിലുള്ള ഓട്ടത്തിലാണ് പല പാപക്കുഴികളിലും വീഴുന്നത്. പല സ്ഥാനത്തെത്തണം, വലിയ സ്ഥാനങ്ങളിലെത്തണം. കൺമോഹം, അതായത് ഈ ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത് എന്ന് നമ്മൾ നേരത്തെ വായിച്ചു. എന്നാൽ പലപ്പോഴും ലോകത്തിലുള്ള സ്ഥാനങ്ങളെ, മാനങ്ങളെ, പൊസിഷൻസിനെ ഓട്ടമാ. പൈസ ഉണ്ടാക്കണം, ഇതാക്കണം, ലോകത്തിൽ ഇന്ന സ്ഥലങ്ങളിലേക്ക് പോകണം, ഇന്ന രാജ്യങ്ങൾ കാണണം, ഇന്ന വലിയ വലിയ സൗധങ്ങൾ പണിയണം, ഇന്ന പോലെയൊക്കെ ലോകത്തിൽ ചെയ്യണം. ഇതെല്ലാം കർത്താവിന് കാണിച്ചു കൊടുത്തു. യേശു രാജാതി രാജാവായി സകല ലോകവും ഭരിക്കുവാൻ വന്നിട്ടുള്ള കർത്താവാണ് എന്ന് പിശാചിനറിയാം. അതുകൊണ്ട് കാണിച്ചു കൊടുക്കുക ഇതെല്ലാം. ശരിക്കും പറഞ്ഞാൽ യേശുവിനോട് പറയുക, നീ ആ ക്രൂശങ്ങ് ഒഴിവാക്കിക്കോ. ഇതാ അവിടെ സംഭവിക്കുന്നത്. കാരണം നിനക്ക് ഈ ലോകരാജ്യങ്ങളെല്ലാം ഭരിക്കുവാൻ ഇത് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ നിനക്കത് തരാം. എന്താ ചെയ്യേണ്ടത്? ചെറുതായിട്ടൊന്ന് വണങ്ങിയാൽ മതി. പലപ്പോഴും പിശാച് ചെയ്യുന്നത് ചില കോംപ്രമൈസ്, ചെറിയൊരു കോംപ്രമൈസ് ചെയ്താൽ മതി. ദൈവവചനത്തിന് അത് കുഴപ്പമൊന്നുമില്ല, അത് ഇതിനു വേണ്ടിയല്ലേ. നമ്മളതിൽ വീണു പോകുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അതിലെല്ലാം പിശാചിൻ്റെ സ്വാധീനം നമ്മളിലേക്ക് കടന്നു വരും. അപ്പോൾ യേശുവിനോട് പറഞ്ഞ അതാണ് ഈ ലോകം. അപ്പോൾ യേശു രാജാതി രാജാവാകാൻ പിതാവിൻ്റെ പദ്ധതി കഷ്ടങ്ങളിലൂടെ പോകണം, ക്രൂശ് എടുക്കണം, ക്രൂശ് മരണത്തിലൂടെ ലോകത്തിൻ്റെ പാപങ്ങൾ മുഴുവൻ മാറ്റണം. എന്നിട്ട് ലാസ്റ്റാണ് രാജാതി രാജാവായി വാഴേണ്ടത്. നോക്ക്, യോഹന്നാൻ 8:50 വായിച്ചാൽ അറിയാം, യേശു ഒരിക്കലും സ്വന്തം മഹത്വം അന്വേഷിച്ചില്ല. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ കാണുന്നത് എന്താന്ന് വെച്ചാൽ ഇതെല്ലാം നിനക്ക് തരാം. കണ്ണ് കാണുന്നതെല്ലാം ലോകത്തിൽ, അത് വലിയ ഉയർന്ന ജോലിയാകാം, ഇതൊന്നും തെറ്റെന്നല്ല. പക്ഷെ അതിനു വേണ്ടി ദൈവത്തെ മാറ്റിവെക്കുക, അതിനുവേണ്ടി കോംപ്രമൈസ് ചെയ്യുക, അതിനുവേണ്ടി പ്രാർത്ഥനയ്ക്ക് വരാതിരിക്കുക, അതിനുവേണ്ടി കൂട്ടായ്മയ്ക്ക് വരാതിരിക്കുക. ലോകത്തിൻ്റെ നേട്ടങ്ങളുടെ പിന്നാലെയുള്ള ഓട്ടം, ലോകത്തിൻ്റെ സ്ഥാനമാനങ്ങൾക്ക് പിന്നാലെയുള്ള ഓട്ടം, ധനത്തിൻ്റെ പിന്നാലെയുള്ള ഓട്ടം, ലോകത്തിൽ കാണുന്നതിനെ എല്ലാം വെട്ടിപ്പിടിക്കണം, അതെല്ലാം സ്വന്തമാക്കണം എന്ന മോഹത്തിലുള്ള ജീവിതം. ഇതിലാണ് പാപത്തിൻ്റെ ഒരു ഒഴുക്ക് പിശാച് വയ്ക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞാൽ ഒരു കോംപ്രമൈസും ദൈവവചനവുമായി ചെയ്യില്ല, ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയും ഞാൻ മുടക്കില്ല, ഞായറാഴ്ച ആരാധന ഞാൻ മുടക്കില്ല, സഭയോട് ഞാൻ ചേർന്ന് നിൽക്കും, എന്നെ ഏൽപ്പിച്ചത് ഞാൻ ചെയ്യും. ലോകത്തിൽ കഷ്ടതയുണ്ട്, ഹല്ലേലൂയ. ആ കഷ്ടതയിലൂടെ ഞാൻ പോകും. സുവിശേഷം ലോകത്തിലെല്ലാം പോയി പറയുവിൻ, കർത്താവിന്റെ കൽപ്പനയാ, അത് ഞാൻ അനുസരിക്കും. ലജ്ജയില്ലാതെ ഞാൻ സുവിശേഷം വിളിച്ചു പറയും. അനേകരെ ഞാൻ ദൈവരാജ്യത്തിന് അവകാശിയാക്കും, അനേകരെ ഞാൻ ശിഷ്യരാക്കും, അനേകർക്ക് ഞാൻ മാതൃകയായി ജീവിക്കും. ഹല്ലേലൂയ. ദൈവ പദ്ധതികളിൽ തന്നെ നിൽക്കുന്ന ഒരു ജീവിതം. അങ്ങനെ വരുമ്പോഴാണ് പിശാച്, നിനക്ക് ഇത് നല്ലതാണ്, ഇന്ന ഇതിൽ ചെയ്തോ, ഇന്ന സ്ഥലത്തേക്ക് പോക്കോ, ഇന്നത് ചെയ്തോ, പലതിൻ്റെയും പിന്നാലെ ദൈവത്തിൻ്റെ പർപ്പസിൽ നിന്ന് നമ്മളെ മാറ്റും. അനേകരോട് സുവിശേഷം വിളിച്ചു പറയേണ്ടവൻ, അനേകരെ ശിഷ്യരാക്കേണ്ടവൻ, അനേകർക്ക് മാതൃകയാകേണ്ടവൻ, അവൻ ലോകത്തിൻ്റെ ഒഴുക്കിന് പലതും വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടത്തിൽ വീഴും. ഹല്ലേലൂയ. ഇതിനെ നമ്മൾ ജയിക്കണം. ലോകത്തെ നമ്മൾ സ്നേഹിക്കരുത്. ഹല്ലേലൂയ. എപ്പോഴും പ്രാധാന്യം പ്രാർത്ഥനയ്ക്ക്, എപ്പോഴും പ്രാധാന്യം കൂട്ടായ്മയ്ക്ക്, എപ്പോഴും പ്രാധാന്യം ദൈവവേലകൾ ചെയ്യുന്നതിന്. നമ്മൾ യേശുവിൻ്റെ സാക്ഷികളാകണം. അനേകർക്ക് യേശുവിനെ പരിചയപ്പെടുത്തണം, അനേകരോട് യേശുവിനെ കുറിച്ച് പറയണം. ഈ പദ്ധതികളിൽ നിന്നെല്ലാം മാറ്റുന്ന പിശാചിൻ്റെ ഒരു നല്ല ഹുക്കാണ് ഈ ലോകത്തിലെ, അത് ജോലിയുടെ പിന്നാലെയാകാം, പല പല ആഗ്രഹങ്ങളുടെ പിന്നാലെയാകാം, മോഹം കണ്ണുകൊണ്ട് കാണുന്ന എല്ലാത്തിനെയും വേണമെന്ന ഓട്ടത്തിനിടയിൽ ദൈവ പദ്ധതിയിൽ നിന്ന് അവൻ നമ്മളെ മാറ്റുന്നു. യേശു എന്താ പറഞ്ഞേ? ദൈവത്തെ മാത്രമേ
അതല്ലേ ഉത്തരം? ആരാധിക്കാവൂ. നോക്ക്, ഞാൻ ലോകത്തിലെ ഒന്നിനും വേണ്ടി പ്രാർത്ഥന മുടക്കുകയില്ല, ലോകത്തിലെ ഒന്നിനും വേണ്ടി കൂട്ടായ്മ മുടക്കുകയില്ല, ലോകത്തിലെ ഒന്നിനും വേണ്ടി ദൈവവേല മാറ്റിവെക്കുകയില്ല. അത് മാറ്റിവെക്കുമ്പോൾ പിശാചിനെ നമസ്കരിക്കുക നമ്മൾ ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും, ഞാൻ എവിടെ പിശാചിനെ നമസ്കരിച്ച്? ആദ്യം തിരിച്ചറിയും, പിശാച് ഒരിക്കലും ഞാൻ പിശാചാണെന്ന് പറഞ്ഞ് നമ്മുടെ മുൻപിൽ വരില്ല. അവൻ കള്ളനാണ്. അതുകൊണ്ട് തന്നെ തന്ത്രത്തിലാണ് അവനെ നമസ്കരിക്കുന്നത്. നമ്മൾ എന്തിനെങ്കിലും, ഇപ്പൊ നോക്ക്, വലിയ ആഗ്രഹമാണ് എന്തെങ്കിലും നേടണം, അതിനുവേണ്ടി എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു ആരാധനയാണ് ആ കാര്യത്തിന് വേണ്ടി. മനസ്സിലാവുന്നുണ്ടോ? ചിലപ്പോൾ ജോലിയാകാം, ചിലപ്പോൾ ഒരു ഫുട്ബോൾ പ്ലെയർ ആവണം, ക്രിക്കറ്റ് പ്ലെയർ ആവണം. അതാണ് ഉള്ളിൽ മുഴുവൻ, സമയം മുഴുവൻ അതിനാ കൊടുക്കുന്നത്. ഇന്ന ജോലിയിലെത്തണം, ഇന്ന കാര്യത്തിലെത്തണം, എല്ലാ സമയവും അതിൻ്റെ പിന്നാലെയാ. ദൈവത്തിന് പ്രാർത്ഥിക്കാൻ സമയമില്ല, ആരാധിക്കാൻ സമയമില്ല, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ സമയമില്ല. ഇത് ചെയ്യുമ്പോൾ എന്തിനെ ആരാധിക്കുന്നത്? ലോകത്തിലുള്ളതിനെ ആരാധിക്കുക. അതുകൊണ്ടാണ് പിശാച് പറഞ്ഞ, ഞാനത് നിനക്ക് തരാം. അത് കൊടുക്കുകയും ചെയ്യും പലർക്കും. കാരണം പിശാചിന്റെ കയ്യിലായിരിക്കുന്ന ഇതെല്ലാം, ലോകത്തിലെ പല പൊസിഷനും. എത്രയോ പേർ അതുപോലെയുള്ള പൊസിഷനിൽ ചെന്ന് പെട്ടെന്ന് നശിച്ചു പോകുന്നത് നമ്മൾ കാണുന്നു. അതുകൊണ്ടാണ് പിശാച് പറഞ്ഞത്, നീ എന്നെ ഒന്ന് ആരാധിച്ചാൽ മതി, ഞാനിത് തരാം. നീ ലോകത്തിലുള്ള ചിലതിനെ അങ്ങ് ദാഹിച്ച് അതിനു വേണ്ടി അങ്ങ് അധ്വാനിച്ചോ, ഞാൻ തരാം, അത് തരുകയും ചെയ്യും. പക്ഷേ അതൊന്നും നിലനിൽക്കുകയില്ല. നോക്ക്, സ്തോത്രം, വചനം ഇങ്ങനെ പറയുന്നു, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെട്ടാൽ അവന് എന്ത് പ്രയോജനം? ഹല്ലേലൂയ. ഇത് മുഴുവൻ നമ്മൾ വെട്ടിപ്പിടിച്ചു, ഇത് മുഴുവൻ നമ്മൾ ജോലിയിൽ വലിയ സ്ഥാനങ്ങളിലെത്തി, ഒരുപാട് സമ്പത്തുണ്ടാക്കി, അതിൻ്റെ പിന്നാലെ കാണുന്നതെല്ലാ ആഗ്രഹങ്ങളുടെ പിന്നാലെ സമയം കൊടുത്തു, ദൈവത്തിൻ്റെ വേല മാറ്റിവെച്ചു, പദ്ധതി മാറ്റിവെച്ചു. എന്താ പ്രയോജനം? ഈ ആത്മാവ് നഷ്ടപ്പെട്ടാൽ, നിത്യജീവൻ നഷ്ടപ്പെട്ടാൽ എന്താ പ്രയോജനം? ഇതാണ് ദൈവവചനം ചോദിക്കുന്നത്. നോക്ക്, അലക്സാണ്ടർ ചക്രവർത്തി മരിക്കുന്നതിന് മുൻപ് 3 കാര്യങ്ങൾ കൂടെയുള്ള അവരുടെ കൗൺസിലിൽ പറഞ്ഞു. പ്രൈസ് ഗോഡ്. ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച ചക്രവർത്തിയാണ്, ദ ഗ്രേറ്റ് അലക്സാണ്ടർ എന്ന ലോകം വിളിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കോഫിൻ ചുമക്കുന്നത് എന്നെ പരിചരിച്ച ഡോക്ടേഴ്സ് ആയിരിക്കും. ഡോക്ടേഴ്സ് എന്നെ പരിചരിച്ചവരാണ് എൻ്റെ കോഫിൻ ചുമന്ന് ഗ്രേവിലേക്ക് കൊണ്ടുപോകേണ്ടത്, പാലസിൽ. ഈ പോകുന്ന വഴിക്ക് സകല നല്ല ശേഖരത്തിൽ നിന്ന് സ്വർണം, മുത്തുകൾ, അതുപോലെ വിലപിടിപ്പുള്ളതെല്ലാം ഈ വഴിയിലിടണം. 3-മത്തത്, എൻ്റെ കൈ രണ്ടും ഈ കോഫിൻ്റെ പുറത്ത് വെക്കണം. അപ്പോൾ ഇത് 3 റിക്വസ്റ്റും നടത്തിയിട്ടാണ് അലക്സാണ്ടറിനെ ബറി ചെയ്തത്. അപ്പോൾ ഇവർ ചോദിച്ചു, ഇത് എന്തിനാണ് ഈ 3 കാര്യങ്ങളും? അപ്പോൾ അലക്സാണ്ടർ പറഞ്ഞത്, ഈ ഡോക്ടേഴ്സ് തന്നെ എന്നെ ചുമക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഏറ്റവും നല്ല വൈദ്യസഹായം എനിക്ക് കിട്ടിയിട്ടും, ഏറ്റവും നല്ല ഡോക്ടേഴ്സ് ഉണ്ടായിട്ടും എൻ്റെ ജീവനെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് ലോകം അറിയണം. ഹല്ലേലൂയ. ജീവന്റെ ഉടയവൻ, ജീവനെ നിലനിർത്തുന്നവൻ യേശുവിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അദ്ദേഹത്തിന് അത് മനസ്സിലായി. മരണക്കിടക്കയിൽ ഇത്രയും സൗകര്യത്തിൽ ഞാൻ ജീവിച്ചിട്ടും ചെറുപ്പത്തിലെ മരിക്കേണ്ടി വന്നു. അപ്പോൾ ഈ ഡോക്ടേഴ്സ് ചുമക്കുന്നത്, ഇത്രയും വലിയ ഡോക്ടേഴ്സ് ഉണ്ടായിട്ടും ജീവനെ നിലനിർത്തുവാൻ അതിന് കഴിഞ്ഞില്ല എന്ന് ലോകം അറിയണം. 2-മത്, ഇതെല്ലാം വഴിയിലിടാൻ പറഞ്ഞതിൻ്റെ കാരണം, ഇത്ര വലിയ സമ്പത്തുകൾ മുഴുവൻ ഉണ്ടായിട്ടും ഒന്നും പ്രയോജനപ്പെടാതെ, ഒന്നും കൊണ്ടുപോകാൻ കഴിയാതെ വഴിയിൽ കിടക്കുന്നത് ജനം കാണണം. ഹല്ലേലൂയ. 3-മത്, കൈകൾ പുറത്തിടാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ ഒന്നുമില്ലാതെ ഈ ഭൂമിയിലേക്ക് വന്നു, ഞാൻ ഇതെല്ലാം വെട്ടിപ്പിടിച്ചിട്ടും ഒന്നും ഞാൻ തിരിച്ചു കൊണ്ടുപോകുന്നില്ല എന്ന് ലോകം അറിയണം. ഹല്ലേലൂയ. നമ്മൾ ഈ കണ്ണിന് കാണുന്നതിന് മുൻപേ പിന്നെ എല്ലാം ഓടുകയാണ്. എന്നാൽ നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്നോട് പറഞ്ഞത് എന്തെന്ന് നീ വായിച്ച് വചനം കേട്ട് മനസ്സിലാക്കി നിന്നെ സമർപ്പിക്കുമെങ്കിൽ, ഹല്ലേലൂയ, പിശാചിനെ എതിർത്ത് ജീവിക്കുവാൻ കർത്താവ് നിന്നെ ശക്തിപ്പെടുത്തും. ഹല്ലേലൂയ.